നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതുന്നത് രഹസ്യമായി കേട്ടപ്പോൾ ഖുർആനിന്റെ അമാനുഷികത ബോധ്യപ്പെടുകയും എന്നാൽ അവിശ്വാസികളായ ഖുറൈശി പ്രമുഖരുടെ ആക്ഷേപഹാസ്യങ്ങൾ ഭയന്ന് സത്യവിശ്വാസം ഉൾക്കൊള്ളാൻ കഴിയാതെ പോവുകയും ചെയ്ത ഹതഭാഗ്യൻ ആയ വ്യക്തിയാര് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. മഖ്സൂം ഗോത്രക്കാരനായ അൽ വലീദ് ഇബ്നുൽ മുഗീറത്ത് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ മഖ്സൂം എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഹതഭാഗ്യൻ. ആരാണ് ഈ വലീദ്? എന്താണ് അദ്ദേഹത്തിന്റെ ചരിത്രം? നമുക്കൊന്ന് അല്പം പരിശോധിക്കാം. ഇസ്ലാമിക ചരിത്രത്തിൽ പരിശുദ്ധ ഖുർആന്റെ ദൈവികതയെ പുകഴ്ത്തി പറഞ്ഞ ഒട്ടനവധി ശത്രുക്കളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ശത്രുവായിരുന്നു വലീദ് ഇബ്നു മുഗീറ. അറബികളുടെ റൈഹാനത്ത് ഖുറൈശുകളുടെ റൈഹാനത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വലീദ് ഇബ്നു മുഗീറ അവരിൽ ഏറ്റവും വലിയ സാഹിത്യകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ കവിതകളിലേക്ക് അവർ എന്നും കാതുകൂർപ്പിക്കുമായിരുന്നു. അതുമാത്രമല്ല, അവരിൽ നിന്ന് വയോധികനായ വ്യക്തി, ഏത് കാര്യത്തിനും തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്ന മേധാവിത്വം തുടങ്ങിയ ഒരുപാട് ഗുണങ്ങളുടെ ഉടമയായിരുന്നു ഈ വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്ന വ്യക്തി. ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ബദ്ധവൈരിയായിരുന്ന അബൂജഹൽ എന്ന പേരിൽ അറിയപ്പെട്ട അംർ ഇബ്നു ഹിഷാമിന്റെ പിതൃ സഹോദരനാണ് അൽ വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്ന വ്യക്തി. അബൂജഹലിന്റെ പിതാവ് ഹിഷാം ഇബ്നു മുഗീറയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പിതാവിന്റെ സഹോദരനാണ് വലീദ് ഇബ്നു മുഗീറ. ഇരുവരും മഖ്സൂമി ഗോത്രക്കാര്, മക്കയിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങളാണ്. ഏറ്റവും വലിയ സാഹിത്യകാരന്മാര് എന്നതിന് പുറമെ ധനികന്മാരായിരുന്നു അവര്. അവരുടെ കച്ചവട സംഘങ്ങൾ 100 കണക്കിന് ഒട്ടകങ്ങളായിരുന്നു എന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. കച്ചവട സംഘങ്ങൾ കച്ചവടവുമായി മക്കയിലേക്ക് പ്രവേശിച്ചാൽ വലീദ് ഇബ്നു മുഗീറയുടെ കച്ചവട സംഘങ്ങൾ മക്കയിലെ വിവിധ കവാടങ്ങളിൽ കൂടിയാണ് കടന്നു വന്നിരുന്നത്, ഒരേ സമയത്ത് മക്കയുടെ അകത്ത് പ്രവേശിക്കുവാൻ വേണ്ടി. അതുപോലെ തന്നെ ഹജ്ജിന്റെ സീസണിൽ ഓരോ ദിവസവും ജാഹിലിയ കാലഘട്ടത്തിൽ ഹജ്ജിന് വരുന്നതായ ആളുകൾക്ക് ഓരോ ദിവസവും 10 വീതം ഒട്ടകങ്ങൾ അറുത്തുകൊടുത്ത് ധനികൻ എന്ന പേരിൽ നേടിയ വ്യക്തിയായിരുന്നു വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്ന വ്യക്തി. പരിശുദ്ധ ഖുർആന്റെ സാഹിത്യവും അതിന്റെ അത്യുന്നതമായ നിലവാരവും മനസ്സിലാക്കാനും അതിലേക്ക് മനസ്സ് ഒരു വേള ആകർഷിച്ചു പോവുകയും ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും, പക്ഷേ ചീത്ത കൂട്ടുകെട്ടിന്റെ സ്വാധീന വലയത്തിൽപ്പെട്ടുകൊണ്ട് ഖുർആനെ തള്ളിപ്പറയേണ്ടി വന്ന ഹതഭാഗ്യനാണ് ഈ വലീദ് ഇബ്നു മുഗീറ എന്ന് നമുക്ക് കാണാം. ഇസ്ലാമിക ലോകത്തിന് സുപരിചിതരായ 3 സഹാബികളുടെ പിതാവാണ് ഈ വലീദ് ഇബ്നു മുഗീറ. ഖാലിദ് ഇബ്നു വലീദിനെ കേൾക്കാത്ത കുഞ്ഞുങ്ങളുണ്ടാവില്ല. ധീരശൂരപരാക്രമിയായിരുന്ന ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവാണ്. ഹിഷാം ഇബ്നു വലീദ് ഇബ്നു വലീദിന്റെയും തുടങ്ങിയ 3 സഹാബികളുടെ പിതാവായ വലീദ് ഇബ്നു മുഗീറയ്ക്ക് പക്ഷേ പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ പൂങ്കാവനത്തിലേക്ക് കടന്നുവരാനുള്ള ഭാഗ്യമുണ്ടായില്ല. പരിശുദ്ധ ഖുർആന്റെ അമാനുഷികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലീദ് ഇബ്നു മുഗീറ കടന്നുവരുന്നത് ഒരു പ്രത്യേക കോണിലൂടെയാണ്. ഒരു ഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി ഈ വലീദ് ഇബ്നു മുഗീറക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഗാഫിറിലെ ഏതാനും ഭാഗങ്ങൾ ഓതുന്നത് വലീദ് ഇബ്നു മുഗീറക്ക് കേൾക്കാനുള്ള അവസരമുണ്ടായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം ഗാഫിരിദ് ദംബി വഖാബിലിത് തൗബി ശദീദിൽ ഇഖാബി ദിത്തൗലി ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ മാ യജാദിലു ഫീ ആയാത്തില്ലാഹി ഇല്ലല്ലദീന കഫറൂ ഫലാ യഗ്റുർക തഖല്ലുബുഹും ഫിൽ ബിലാദ് كذبت قبلهم قوم نوح والأحزاب من بعدهم وهمت كل أمة برسولهم ليأخذوه وجادلوا بالباطل ليدحضوا به الحق فأخذتهم فكيف كان عقاب وكذلك حقت كلمة ربك على الذين كفروا أنهم أصحاب النار. സൂറത്ത് ഗാഫിറിന്റെ 1 മുതൽ 6 വരെയുള്ള ആയിരിക്കുന്ന ഈ ആയത്ത് വലീദ് ഇബ്നു മുഗീറ കേൾക്കാൻ ഇടവന്നപ്പോൾ അദ്ദേഹം
അദ്ദേഹത്തിന്റെ ഹൃദയത്തെ അത് വല്ലാതെ ആകർഷിക്കുകയുണ്ടായി. അതിന്റെ വരികൾ, അതിന്റെ മാസ്മരികമായ ശക്തി തന്റെ ഹൃദയത്തെ കീഴടക്കി കഴിഞ്ഞിരുന്നു. ബനി മഖ്സൂമാകുന്ന തന്റെ ജനതയുടെ അവരുടെ സദസ്സിലേക്ക്, അവരുടെ ക്ലബിലേക്ക് ചെന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലഖദ് സമഅതു മിൻ മുഹമ്മദിൻ ആനിഫൻ കലാമൻ മാ ഹുവ മിൻ കലാമിൽ ഇൻസി വലാ മിൻ കലാമിൽ ജിന്ന് വഇന്ന ലഹു ലഹലാവ വഇന്ന അലൈഹി ലതലാവ വഇന്ന അലാഹു ലമുസ്മിറുൻ വഇന്ന അസ്ഫലഹു ലമുഗ്ദിഖുൻ വഇന്നഹു ലയഅലു വമാ യുഅല അലൈഹി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് കയറിപ്പോയി. എന്താണ് വലീദ് ഇബ്നു മുഗീറ പറഞ്ഞതിന്റെ ആശയം? തന്റെ ജനതയോട് അദ്ദേഹം പ്രസംഗിക്കുകയാണ്, വല്ലാഹി ലഖദ് സമഅതു മിൻ മുഹമ്മദിൻ ആനിഫൻ കലാമൻ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മുഹമ്മദിന്റെ പക്കൽ ഞാൻ ഇപ്പോൾ ഒരു സംസാരം കേട്ടു. മാ ഹുവ മിൻ കലാമിൽ ഇൻസി വലാ മിൻ കലാമിൽ ജിന്നി, അതൊരു മനുഷ്യന്റെ സംസാരമല്ല. വലാ മിൻ കലാമിൽ ജിന്നി, അത് ജിന്നുകളുടെ സംസാരവുമല്ല. ജിന്നുകളുടെ സംസാരങ്ങൾ നമ്മൾ പലവിധ വ്യക്തികളിലൂടെയും കേട്ടിട്ടുണ്ട്. ഇത്രമാത്രം ഒഴുക്കും സൗന്ദര്യവുമുള്ള രീതിയിൽ ഒരു ജിന്നും സംസാരിക്കില്ല. മനുഷ്യന് അസാധ്യമായ രീതിയിലുള്ള ശ്രവണസുന്ദരമായ പ്രത്യേകമായ രീതിയിലുള്ള സാഹിത്യത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന വാക്യങ്ങളാണത്. വഇന്ന ലഹു ലഹലാവത്തുൻ വഇന്ന അലൈഹി ലതലാവ വഇന്ന ലഹു ലഹലാവത്തൻ, തീർച്ചയായിട്ടും ആ പരിശുദ്ധ ഖുർആനിക്ക് ഒരു മാധുര്യമുണ്ട്, അവർണ്ണനീയമായൊരു മാധുര്യം ആ ഖുർആനിക്ക്, ആ വചനത്തിനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വഇന്ന അലൈഹി ലതലാവത്തൻ, തീർച്ചയായിട്ടും ആ പരിശുദ്ധ ഖുർആനിക്ക് വളരെയധികം സൗന്ദര്യമുണ്ട്. അതിന്റെ സൗന്ദര്യം എങ്ങനെയെന്ന് വർണ്ണിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ളതായ ഒരു സൗന്ദര്യം അതിന്റെ വാക്കുകൾക്കും അതിന്റെ ഓരോ അക്ഷരങ്ങൾക്കും പ്രത്യേകമായ സൗന്ദര്യമുണ്ട്. വഇന്ന അലാഹു ലമുസ്മിറുൻ, ആ വചനത്തിന്റെ ആ വാക്കിന്റെ മേൽഭാഗം ഫലഭൂയിഷ്ടമായ കൊമ്പുചില്ലകളാൽ സമൃദ്ധമായി കിടക്കുകയാണ്. വഇന്ന അസ്ഫലഹു ലമുഗ്ദിഖുൻ, ആ വചനത്തിന്റെ തായ്ഭാഗം ഒരു മരത്തിന്റെ വേരുകൾ പടർന്നു പിടിച്ചതുപോലെ അതിന്റെ ആശയങ്ങൾ വിവിധ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ വളരെ സമ്പുഷ്ടമാണ്. വഇന്നഹു ലയഅലു, അതിങ്ങനെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കും. വമാ യുഅലാലിഹി, അതിനെ കവച്ചു വെക്കാൻ ഒരു സംസാരത്തിനും ഒരു കലാമിനിക്കും ഒരു വചനത്തിനും സാധ്യമല്ല എന്നുള്ള ഒരു ഉഗ്രമായ പ്രസംഗം നടത്തിക്കൊണ്ട് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് കയറിപ്പോയി. ഇത് കേട്ട ഖുറൈശികൾ ആകെ അമ്പരന്നു. ഖുറൈശികളുടെ റൈഹാനത്ത് പുഷ്പം എന്ന പേര് അറിയപ്പെട്ടിരുന്നതായ ഖുറൈശികളുടെ മേധാവിയായ വലീദെങ്ങാനും തന്റെ പിതാക്കന്മാരുടെ മതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ മക്ക മുഴുവനും വ്യതിചലിക്കുമെന്ന് ഭയന്ന ഖുറൈശികൾ ആകെ പരിഭ്രാന്തരായി. പരിശുദ്ധ ഖുർആനിന് ഒരു ശത്രുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആദ്യത്തെ അംഗീകാരമായിരുന്നു വലീദിന്റെ ഈ ഏറ്റുപറയൽ. വലീദിന്റെ ഈ ഖുർആനെ സംബന്ധിച്ചുള്ള പ്രശംസ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ഒരു ഇസ്ലാമിക വിശ്വാസിയുടെ, ഒരു മുസ്ലിമിന്റെ സാക്ഷ്യമല്ല ഇത്. അറബി സാഹിത്യത്തിന്റെയും അറബി ഭാഷയുടെയും അതിന്റെ ഗദ്യത്തിന്റെയും പദ്യത്തിന്റെയും എല്ലാവിധ ഭാഗങ്ങളും മനഃപ്പാടമാക്കിയ ഒരു വിദഗ്ധനായിരിക്കുന്ന ഒരു സാഹിത്യകാരന്റെ അംഗീകാരമാണിത്. ഇസ്ലാമിൽ പരിശുദ്ധ ഖുർആൻ ലഭിക്കുന്ന ആദ്യത്തെ അംഗീകാരമായിട്ടാണ് നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കുന്നത്. ഒരു സാഹിത്യ സാമ്രാട്ടായിരുന്ന വലീദ് ഇബ്നു മുഗീറയിൽ നിന്നുള്ളതായിരിക്കുന്ന ഈ സാക്ഷ്യം ഖുറൈശികളെ പരിഭ്രാന്തരാക്കി എന്നുള്ളതിൽ അത്ഭുതമില്ല. കാരണം വലീദിനെങ്ങാനും ഇളക്കം കുടുങ്ങിയാൽ ഖുറൈശികൾ മൊത്തം ഇളകും. അത്രമാത്രം സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു വലീദ് ഇബ്നു മുഗീറ. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും പറഞ്ഞു, വലീദ് മതം മാറിയിരിക്കുന്നു, സബഅൽ വലീദ് മതം മാറിയിരിക്കുന്നു. അവരാകെ പരിഭ്രാന്തരായി. പക്ഷേ ഇസ്ലാമിന്റെ ശത്രുതയുടെ മുൻനിരയിൽ നിൽക്കുന്ന അബൂജഹൽ അവരെ സമാധാനിപ്പിച്ചു. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, ഞാൻ അവന്റെ കാര്യം, ഞാൻ എന്റെ പിതാവിന്റെ സഹോദരന്റെ കാര്യം, എന്റെ എളാപ്പയുടെ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹൽ അതാ നടന്നുപോകുന്നു വലീദിന്റെ വീട്ടിലേക്ക്. തന്റെ എളാപ്പയെ ഏതെങ്കിലും വിധേയനയെ പിന്തിരിപ്പിച്ച് പരിശുദ്ധ ഖുർആനിൽ ആകൃഷ്ടമായി പോയതായിരിക്കുന്ന തന്റെ ഈ പ്രഖ്യാപനം അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്തിരിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പരിശുദ്ധ ഖുർആനും എങ്ങനെയെങ്കിലും ഒരു എതിർവാക്ക് തന്റെ എളാപ്പയിൽ നിന്ന്
വാങ്ങണമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അന്ന് അബൂജഹൽ വലീദ് ഇബ്നു മുഗീറയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നത്. ദുഃഖിക്കുന്ന മുഖത്തോടുകൂടെ തന്റെ മുന്നിലേക്ക് കടന്നു വന്ന അബൂജഹലിനോട് തന്റെ സഹോദരപുത്രനോട് ചോദിച്ചു, എന്താണ് എനിക്കൊരു വിഷമമെന്ന് അബൂജഹലിനോട് ചോദിച്ചപ്പോൾ സന്ദർഭം മുതലെടുത്തുകൊണ്ട് അബൂജഹൽ പറയാൻ തുടങ്ങി, വഹാദിഹി ഖുറൈശ് യജ്മഊന ലക നഫഖതൻ യുഈനൂനക അലാ കിബ്രി സിന്നിക, നിങ്ങൾക്ക് ഈ വാർദ്ധക്യ സമയത്ത് ഖുറൈശികൾ എല്ലാവരും കൂടി അവരെ സാമ്പത്തികമായി നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നു, നിങ്ങൾ മുഹമ്മദിന്റെ വാക്കിനെ വളരെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മുഹമ്മദിന്റെ അടുക്കലേക്ക് പോകുന്നുണ്ട്, അബൂബക്കറിന്റെയും അടുക്കലേക്ക് പോകുന്നുണ്ട്. വൈനക്കല തദ്ഖുലു ലബനി അബി കബ്ഷ വബനി ഖുഹാഫ ലിതനാല മിൻ ഫദ്ലി തആമിഹിം, അവർക്കുള്ള ഉച്ചിഷ്ടം ലഭിക്കാൻ വേണ്ടി മുഹമ്മദിനെയും അബൂബക്കറിനെയും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സമീപിക്കാറുണ്ട്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഉച്ചിഷ്ടത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്? ഖുറൈശികൾ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് കിട്ടിയത് തികയാത്തതിന്റെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ധനശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അബൂജഹൽ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വലീദിന് കോപം വന്നു. വലീദ് ഇബ്നു മുഗീറ പറഞ്ഞു, അലം തഅലം ഖുറൈശും അന്നീ മിൻ അക്സരിഹാ മാലൻ വവലദാ, ഖുറൈശികൾക്കറിയില്ലേ ഞാൻ ഏറ്റവും വലിയ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധനികനാണെന്നും അവരുടെ കൂട്ടത്തിൽ കൂടുതൽ സന്താനഭാഗ്യമുള്ളവനാണെന്നും അറിയില്ലേ? ഈ വലീദ് ഇബ്നു മുഗീറയ്ക്ക് 10 കുട്ടികളുണ്ടായിരുന്നു. വലീദ് ഇബ്നു മുഗീറയുടെ ധനം മക്കയുടെയും തായിഫിന്റെയും ഇടയിൽ നീണ്ടു കടന്നിരുന്നു. എവിടെ തോട്ടമുണ്ടോ അത് വലീദിന്റെ തോട്ടമാണെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അത്രമാത്രം ധനവും സന്താന സൗഭാഗ്യവുമുള്ള എനിക്ക് വേണ്ടി അവരെന്തിനാണ് ഈ പിരിവ് നടത്തുന്നത്? വഹൽ ശബിഅ മുഹമ്മദുൻ വഅസ്ഹാബുഹു ലിയകൂന ലഹും ഫദ്ലുൻ, മുഹമ്മദും കൂട്ടരും എപ്പോഴെങ്കിലും വയറ് നിറച്ചിട്ടുണ്ടോ എന്നിട്ടല്ലേ അവർക്ക് വല്ലതും മിച്ചമുണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കോപിഷ്ഠനായും കൊണ്ട് വലീദ് ഇബ്നു മുഗീറ എഴുന്നേറ്റു. അബൂജഹലിന്റെ തന്ത്രം ഇവിടെ ഫലിക്കുകയായിരുന്നു. അബൂജഹലിന്റെ കടുത്ത സമ്മർദ്ദത്തിനും അതുപോലെ ബനു മഖ്സൂമാകുന്ന തന്റെ ഗോത്രത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് അവസാനം വലീദ് ഇബ്നു മുഗീറയ്ക്ക് തന്റെ വാക്ക് പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന്റെ മനസ്സ്, അദ്ദേഹത്തിന്റെ ഹൃദയം പരിശുദ്ധ ഖുർആൻ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് അത് സ്വീകരിക്കാതിരിക്കാൻ സാധ്യമല്ലായിരുന്നു. പക്ഷേ ചീത്ത കൂട്ടുകെട്ടിന്റെ ചീത്ത സ്വാധീനത്തിന്റെ ഫലമായി കൊണ്ടാണ് മാറ്റി പറയേണ്ടി വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബനു മഖ്സൂമിന്റെ സദസ്സിലേക്ക് കയറിച്ചെന്ന വലീദ് ഇബ്നു മുഗീറ അബൂജഹലിന്റെ സാന്നിധ്യത്തിൽ ഉറക്കെ പറഞ്ഞു, മുഹമ്മദ് കദ്ദാബാണെന്ന് നമുക്ക് അഭിപ്രായമില്ല, അദ്ദേഹം കളവ് പറഞ്ഞതായിട്ട് നമുക്ക് ഇതുവരേക്കും അനുഭവമില്ല. മുഹമ്മദ് മജ്നൂനാണ്, ഭ്രാന്തനാണ് നമുക്ക് അഭിപ്രായമില്ല. അതുപോലെ തന്നെ മുഹമ്മദ് ഒരു ജ്യോത്സ്യനാണെന്ന് നമുക്ക് അഭിപ്രായമില്ല. അവസാനം അവൻ പറഞ്ഞു, പിന്നെന്താണ് എന്ന് ചോദിച്ചപ്പോൾ വലീദ് പറയുകയുണ്ടായി, അവൻ അല്പം ചിന്തിച്ചു. അവൻ ചിന്തിക്കുകയും പിന്നീട് അവന് മുഖം ചുളിച്ചുകൊണ്ട് ചുണ്ടു കോട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, അത് സിഹിറാൻ, അത് ആഭിചാരമാണ്. മുഹമ്മദ് സാഹിറാണ്, അവൻ കൊണ്ടുവന്നത് സിഹിറുമാണ്. അവൻ ഇവിടെ ഓരോ കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുകയും മാതാപിതാക്കളെയും കുട്ടികളെയും കുടുംബക്കാരെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്നത് ആ സാഹിറാണ് എന്ന് പറയലാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുകൊണ്ട് സാഹിറാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി മക്കയിലെ കുഞ്ഞുങ്ങളെ അയാൾ ഇളക്കി വിടുകയും അതുപോലെ ഹജ്ജിന് വരുന്നവരോടൊക്കെ തന്നെ ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി അയാൾ ഏർപ്പാടാക്കുകയും ചെയ്തു. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിശുദ്ധ ഖുർആനെ അംഗീകരിക്കാൻ അവസരം കിട്ടിയതായിരിക്കുന്ന വ്യക്തി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹതഭാഗ്യനായ പരാജിതനായി തീരുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. സൂറത്തുൽ മുദ്ദസിറിൽ ഏതാനും വചനങ്ങൾ 18 മുതൽ 26 വരുന്ന ആയത്തുകൾ ഈ വലീദ് ഇബ്നു മുഗീറ ആക്ഷേപിച്ചുകൊണ്ടാണ് അവതരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ ثم قتل كيف قدر ثم نظر ثم عبس وبصر ثم أدبر واستكبر فقال إن هذا إلا سحر يؤثر إن هذا إلا قول البشر. ഇത് അമാനുഷികമാണ്, മനുഷ്യന്റെയും ജിന്നുകളുടെയും സംസാരമല്ല എന്ന് പറഞ്ഞ്
സാക്ഷ്യം നൽകിയിരുന്ന വലീദ് ഇബ്നു മുഗീറയ്ക്ക് അവസാനമായി ബനീ മഖ്സൂമിന്റെയും ചീത്ത കൂട്ടുകെട്ടിന്റെയും സ്വാധീന ഫലമായും കൊണ്ട് അത് മനുഷ്യവചനമാണ്, അത് സിഹിറാകുന്നു, മുഹമ്മദ് സാഹിറാകുന്നു, ആഭിചാരക്കാരനാകുന്നു എന്ന് മാറ്റി പറയേണ്ടി വന്ന ഒരു ദുരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ വരച്ചു കാണിച്ചു തന്ന അറബി സാഹിത്യകാരന്മാരിലെ സമ്രാട്ടായിരുന്ന വലീദ് ഇബ്നു മുഗീറയുടെ ജ്വലിക്കുന്ന ചിത്രം സമൂഹങ്ങളിൽ കാലാകാലങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന വലീദ് ഇബ്നു മുഗീറമാർക്ക് ഒരു പാഠമാണ്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പരിശുദ്ധ ഖുർആന്റെ സത്യസന്ധതയും അതിന്റെ ദൈവികതയും തിരിച്ചറിഞ്ഞ ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളുണ്ട്. പക്ഷേ സമൂഹത്തിന്റെ അവഗണനയും കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പുകളും സാഹചര്യത്തിന്റെ പ്രതികൂലാവസ്ഥയും കണക്കിലെടുത്തുകൊണ്ട് അവരത് പ്രഖ്യാപിക്കാൻ മടിക്കുന്നവരാണ്. അത്തരക്കാർക്ക് വലീദ് ഇബ്നു മുഗീറയുടെ ചരിത്രം എന്നും ഒരു ഗുണപാഠമാണ്. നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നശ്വരമായ ജീവിതത്തിലെ ഏതാനും ചില ബന്ധങ്ങളാണെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹത്തായ വിജയം നാളെ ശാശ്വതമായ പരലോക വിജയം, ജീവിത മോക്ഷമാണ് എന്നുള്ളത് നാം മറന്നുപോകരുത്.